നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൂഖ് വക്കീഫ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. സൂഖി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൂഖ് വക്കീഫ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാമെന്ന് കരുതി ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. മെട്രോ വഴിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൂഖ് വക്കീഫ് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറ്റലിയിൽ ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയത്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. ഗൾഫിലുള്ള എല്ലാ ആളുകൾക്കും സൂക്ക് എന്ന വാക്ക് നല്ല പരിചിതമായിരിക്കും. GCCയിലുള്ള എല്ലാ സൂക്കും ഒരേപോലെയാണ് നമുക്ക് തോന്നിയത്. അതേപോലെ തന്നെ നമ്മൾ ഒമാനിൽ പോയ സമയത്ത് മത്ര സൂക്കിൽ പോയിട്ടുണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൂക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ സൂക്കാണ്. ഇത് വളരെ പ്രശസ്തമാണ്. അങ്ങനെ നമ്മൾ നേരെ സൂഖ് വക്കീഫിനുള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ധാരാളം സുവനീറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ധാരാളം പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ സ്വന്തം കുതിരയുടെ പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒട്ടകം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. കുതിര നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ആ സൂക്കിനകത്തേക്ക് കയറുകയാണ്. കുറേ സാധനങ്ങൾ അങ്ങ് തിക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. നമ്മൾ 10:30 ആയി ഇവിടെ എത്തിയപ്പം. നമ്മൾ മെട്രോ വഴിയാണല്ലോ ഇതുവഴി വന്നത്. ഇവിടെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ കാണാം. ഹാൻഡ് മെയ്ഡ് ബാഗുകളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റി. ഈ സൂക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ചെറിയ ചെറിയ കടകളും ചെറിയ വഴിയുമാണ്. നമ്മൾ അങ്ങനെ നടക്കുകയാണ്. അത് ഇവിടെ കുറേ ഒരു സംഭവങ്ങൾ, കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അത്രയ്ക്കും സാധനങ്ങളാണ്. അതായത് കണ്ടോ, ഇവിടെ കുറേ ഒരു ബോട്ടിലുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ പേരൊക്കെ വേണമെങ്കിൽ എഴുതാം. നമ്മൾ ദുബായ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിരുന്നു. ബോട്ടിൽ മേടിച്ചിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ പേരൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ മേടിച്ചിരുന്നു. പല പല ബോട്ടിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ഉള്ള ബോട്ടിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ പേരൊക്കെ വേണമെങ്കിൽ എഴുതിക്കാം. അപ്പോൾ ഇവിടെ ഒരു കോട്ടയുടെ ഒരു ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ബാഗും സഞ്ചിയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് കണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കത്തിയൊക്കെയാണ്. ഇവിടെയാണ് ഡ്രസ്സൊക്കെയാണ് കാണിച്ചിരുന്നത്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റി സുവനീറുകളും അതേപോലെ ഈ സൈഡിലെല്ലാം കുറേ ബാഗും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ എത്തിയ സമയം ഭയങ്കര ലേറ്റ് ആയിപ്പോയി. നമ്മൾ വന്നപ്പോൾ തന്നെ കടകളൊക്കെ ഇങ്ങനെ അടച്ചേക്കാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ അവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഈ ഒരു വഴി പുറത്തിറങ്ങി. ഇത് സൂക്കിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ്. നമ്മൾ മെട്രോ വഴി വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി എടുത്തത്. ഈ കാണുന്നത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടാണ്. ആ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും പഴയ ആ ഒരു രീതി തന്നെയാണ് ഇവിടെ എല്ലാം മൊത്തം ഇരിക്കുന്നത്. ഇവിടെ കുറേ മോതിരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. കല്ല് വെച്ചിട്ടുള്ള മോതിരങ്ങളൊക്കെ ഇല്ലേ, അത് കുറേ നമുക്ക് കാണാൻ പറ്റി. ഇത് ഇവിടെയുണ്ട്, കത്തിയൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേൾഡ് കപ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ ഇരിക്കുന്ന കത്തി അത് ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുവാണ്. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ തന്നെ ആയിരുന്നു. കണ്ടോ ആ ഒരു കത്തി കണ്ടോ, അത് ശരിക്കും നല്ല ഒറിജിനൽ സംഭവം തന്നെയാണ്. ഞങ്ങൾ ഓർത്തത് ചുമ്മാ വെച്ചേക്കുന്നതായിരിക്കും എന്നൊക്കെ കരുതി ഞങ്ങളെടുത്ത് നോക്കിയതാണ്. ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെ സാധനങ്ങളല്ലേ, കുറേ ഐറ്റംസുകളുണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു അടിപൊളി ഒരു സംഭവമായിരിക്കും. ഇതിനകത്ത് ധാരാളം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വരെ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് വേൾഡ് കപ്പിൻ്റെ ട്രോഫിയും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് സുവനീറുകളാണ് കാണാൻ പറ്റുന്നത്. ഈ സുവനീർ മാഗ്നറ്റ്സ്, ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമുക്ക് വെക്കൂലേ, അങ്ങനത്തെ മാഗ്നറ്റ് പോലെ ഇരിക്കുന്ന സുവനീറുകളാണ്. ഇവിടെയൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റി.
ഇവിടെ നമുക്കിത് ആ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ ആ സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ഒമാനിൽ പോയ സമയത്ത് അത് മേടിച്ചിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നല്ല തിരക്കുള്ള ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കായിരുന്നു. ആൾക്കാരെയൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ഒരു വഴി കൂടെ വന്നുകൊണ്ട് ആളുകളെയൊന്നും അധികം കാണാൻ പറ്റിയിരുന്നില്ല. ഇവിടെ ഫുള്ള് തിരക്കാണ്. അതുപോലെ തന്നെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റുകളും കഫേയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നോക്കിക്കുക എന്തോരം ആൾക്കാരിരുന്നാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് പോകേണ്ടതായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മുടെ വണ്ടി മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെട്രോ വഴിയാണല്ലോ ഇവിടെ വന്നത്. ഇവിടുന്ന് 11:30-ക്കുള്ളിൽ നമുക്ക് തിരിച്ച് പോയാൽ മാത്രമേ നമുക്ക് ആ മെട്രോ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം കടകളിലൊന്നും കയറി ഫുഡൊന്നും കഴിക്കാനൊന്നും നോക്കിയില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനാണ് ശ്രമിച്ചത്. നമുക്ക് കാണാൻ പറ്റും എന്തോരം തിരക്കാണ് നോക്കിക്കുക, എന്തോരം ആളുകളാണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ. ഇവിടെ നമുക്ക് ഖത്തറെന്ന് എഴുതിയിട്ടുള്ള ബാഗുകളൊക്കെ കുറേ കാണാൻ പറ്റി. അതുപോലെ തന്നെ കുറേ വേൾഡ് കപ്പിൻ്റെ കുറേ സംഭവങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഫ്ലാഗാണ്. അതിനകത്ത് നമ്മുടെ സ്വന്തം സൗദിയുടെ ഫ്ലാഗ് ഇരിപ്പുണ്ട്, ഖത്തറിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു, ബഹറിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അത്തർ വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്തെത്തി. പുള്ളിക്കാരനാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് പെർഫ്യൂമിൻ്റെ എല്ലാം അത്തർ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. ഞങ്ങൾ നോക്കിയപ്പം അതിനകത്ത് കുറേ എണ്ണമൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 എണ്ണമൊക്കെ മേടിച്ചു. എല്ലാത്തിനും നല്ല സ്മെല്ലായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ നല്ലതായിട്ട് വന്ന് അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സൂക്കിന്റെ ഒരു ചെറിയ ചരിത്രം കേട്ടാലോ. സൂഖ് വക്കീഫ് ദോഹയുടെ ഏറ്റവും പഴക്കമുള്ള വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സൂഖ് വക്കീഫ് സ്റ്റാൻഡിംഗ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ട് കാലത്ത് ആളുകൾ ഇവിടെ നിന്നുകൊണ്ടാണ് വ്യാപാരം നടത്തിയത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാൻഡിംഗ് മാർക്കറ്റ് എന്നൊരു പേര് കിട്ടിയത്. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നാണ്. അതേപോലെ തന്നെ വക്കീഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാൻഡിംഗ് മാർക്കറ്റ് എന്നൊരു പേര് ഇതിന് കിട്ടിയത്. പണ്ട് കാലത്ത് ഇവിടെ മൊത്തം നദീതീരങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബദുവിൻ ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും കപ്പൽ യാത്രക്കാർക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ എത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ഉണക്കമീൻ, ഉണക്ക ഇറച്ചി, കാട്ടുമൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, കുരുമുളക്, കരിമ്പ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ മറ്റു ദേശത്തുള്ള ആളുകൾ വന്ന് കച്ചവടം നടത്തിയിരുന്നു. 1990-ൽ നഗരവികസനത്തിന്റെ ഭാഗമായി ആധുനിക ഷോപ്പിംഗ് മാളുകളൊക്കെ വന്നപ്പം ഇതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. പക്ഷേ 2004-2008-ൽ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ നേതൃത്വത്തിൽ സൂഖ് വക്കീഫ് പുനർനിർമ്മിച്ചു. പുനർനിർമ്മാണത്തിൽ പഴയ അറബ് വാസ്തുവിദ്യ, മൺചുവരുകൾ, അറബി വാതിലുകൾ, പരമ്പരാഗത കെട്ടിടങ്ങൾ എല്ലാം സംരക്ഷിച്ചു. മൊത്തത്തിൽ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു പഴയ രീതി തന്നെയാണ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റിയത്. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ഒരു കട കണ്ടു. നമ്മൾ ആ ഒരു കടയിലേക്ക് കയറി. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കടയിലേക്ക് കയറുകയാണ്. ഒരു ഹോൾസെയിൽ കടയായിരുന്നു. ധാരാളം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഫുള്ള് ചോക്ലേറ്റും സ്പൈസസും ഒക്കെ ആയിരുന്നു. നാട്ടിൽ പോകുന്നവർ ഈ ചോക്ലേറ്റ്സ് എല്ലാം ഈ സൂക്കിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. നമുക്ക് എന്തോരം ചോക്ലേറ്റ്സും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ ഈ ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സൂക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു അറിവല്ല. അപ്പം അവർക്ക് അവിടെ എന്ത് സാധനം വേണേലും നമുക്ക് സൂക്കിൽ പോയാൽ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ വലിയ ഒരു ഇതായിട്ട് തോന്നില്ല. എന്നാൽ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരിത് തോന്നും. ഈ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് സൂക്കിൽ പോയിട്ടുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ധാരാളം ചോക്ലേറ്റ്സ് കണ്ടു. അതേപോലെ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ നടന്ന് സൂക്കിൻ്റെ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാ കടകളും അടച്ചു കഴിഞ്ഞു. നമ്മൾ വന്ന സമയം ഒത്തിരി ലേറ്റ് ആയിപ്പോയി. നമ്മൾ പറഞ്ഞല്ലോ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ വന്നത്. പിന്നെ സൂക്ക് വക്കീഫി വന്ന് ഇതിൻ്റെ കാഴ്ചകളും കാണാമല്ലോ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് സമയവും വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്തായാലും സമയമൊന്നും നോക്കിയില്ല. ആ രാത്രിക്ക് തന്നെ സൂക്ക് വക്കീഫിലേക്ക് പോയി. പക്ഷേ നമുക്ക് വന്നത് നഷ്ടമായിപ്പോയി. നമ്മൾ പകൽ വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം കുറേ സംഭവങ്ങൾ നമുക്കിവിടെ മിസ്സായി.
ഇവിടെ മൊത്തം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. എല്ലാത്തിനും എടുത്ത് അവർ അകത്ത് കയറ്റി വെക്കണം, കാരണം ഒത്തിരി ലേറ്റായി പോയല്ലോ. കുറച്ച് മുയലും കോഴിക്കുഞ്ഞും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റി. ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുകയാണ്, അടയ്ക്കാറായി എന്നാലും ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങളൊക്കെ കാണാനൊരു രസമല്ലേ, അതിപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ധാരാളം ആളുകൾ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ബിൽഡിങ്ങിന് ആ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുവഴി നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടർക്കിഷ് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ നമ്മളെ എല്ലാ ആൾക്കാരും കാണിക്കുന്ന പോലെ തന്നെ ഐസ്ക്രീം തരാതെ നമ്മളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ മറ്റൊരു ഐസ്ക്രീം മേടിച്ചു. അതും നല്ലതായിരുന്നു. ഒരു സോൾട്ടി കാരമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ മുന്നോട്ട് നടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ ഒരു ലൈറ്റും ആ ഒരു ബിൽഡിങ്ങിനകത്ത് ആ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുവഴി നടക്കാൻ തന്നെ ഒരു രസമാണ്. ഇവിടെ ഒരാൾ മൊറോക്കൻ ടീ ഒക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ ബൊലിവാർഡ് വേൾഡിൽ പോയ സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. ബൊലിവാർഡ് വേൾഡ് റിയാദിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതുവഴി ഇപ്പം നടന്നപ്പോൾ നമുക്ക് റിയാദിലെ ബൊലിവാർഡ് വേൾഡിൽ കൂടെയൊക്കെ നടന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പകൽ സമയത്ത് വരുവാണെങ്കിൽ ഇത് ഫുൾ ഈ സീറ്റ് മൊത്തം നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ഇതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഇവിടെ സൈഡിലൊക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. എല്ലാം അടച്ചേക്കാണ്. പിന്നെ ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ നല്ല രീതിയിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു തിരക്ക് കാരണം നമുക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മളിവിടെ വന്നത് ഇത്തിരി ലേറ്റായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പകലത്തെ കാഴ്ചകൾ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഖത്തറിൽ പോവുകയാണെങ്കിൽ പോയി കാണണം. അങ്ങനെ നമ്മൾ നേരെ സൂഖിൽ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെട്രോയുടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള ഒരു യാത്രയുടെ കാഴ്ചകളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.